വേദിയിലിരിക്കുന്ന BJP NDA ഏറ്റവും സമുന്നതരായ നേതാക്കൾ, മുന്നിലിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഒരു ദീർഘ സംഭാഷണത്തിന് ഇപ്പോൾ മുതിരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിലിരിക്കുന്ന 3/4 പേരും മുള്ളിച്ചേർന്ന് ഉൾപ്പെടെ എല്ലാവർക്കും രാത്രി 9:30 ട്രെയിനുണ്ട്. ആ ട്രെയിനിൽ പോകേണ്ടതാണ്. മാത്രമല്ല, പറയേണ്ട കാര്യങ്ങളിൽ എല്ലാം ഏകദേശം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ഈ ദേശരക്ഷാ സദസ്സ് ഇതിലേക്ക് ക്ഷണിച്ചതിൽ ആദ്യം തന്നെ നന്ദി പറയുന്നു. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ലോകത്തെ ഏകദേശം 50-ഓളം രാജ്യങ്ങൾ ഭീകരതയുടെ പേരിൽ നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10ഓളം രാജ്യങ്ങൾ മതഭീകരത മൂലം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പം നമുക്കാർക്കും ഈ യുദ്ധത്തിനോടോ ഭീകരതയോടോ യാതൊരു താല്പര്യവുമില്ല. കാരണം നമ്മൾ അവിടുത്തെ ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണുകയാണ്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഈ മതഭീകരതയെ എങ്ങനെ അവസാനിപ്പിക്കാമെന്ന് ആലോചിച്ചു. അവർ തന്നെ ഉറ്റുനോക്കുന്നത് ഭാരതത്തിലേക്കാണ്. കാരണം ഒരു കാലത്ത് ആസാമിലെടുത്താൽ നമുക്ക് അവിടുത്തെ ഇൻസർജൻസിയെ പറ്റി അറിയാം, കാശ്മീരിൽ എന്ത് നടന്നുകൊണ്ടിരുന്നു അറിയാം, പഞ്ചാബിൽ എന്ത് നടന്നിരുന്നു അറിയാം. എന്നാൽ ഭരണത്തിൽ വന്ന് 3ാമത്തെ ടേമിലോട്ടായപ്പോൾ ഭാരതത്തെ ഭീകരതയിൽ നിന്ന് നമ്മൾ മുക്തമാക്കിയിരിക്കുകയാണ് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ. നമുക്കറിയാം, ഇന്ന് ഒരിടത്തും ബോംബുകൾ പൊട്ടുന്നില്ല. എന്നാൽ ഇത്രയും ശാന്തമായിട്ട് പോകുമ്പോൾ എങ്ങനെ ഭാരതത്തെ മതത്തിന്റെ പേരിൽ ഒന്ന് ഭിന്നിപ്പിക്കാൻ ശ്രമം നടത്തി പെഹൽഗാമിൽ, അതിന് കൃത്യമായ മറുപടി നമ്മൾ പാകിസ്ഥാന് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഭാരതം ശാന്തമായിരിക്കുന്നത് ഭാരതം മുഴുവൻ ഇഷ്ടപ്പെടുന്നെങ്കിലും കേരളത്തിൽ ചിലർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. മുരളിച്ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു മത്സരം നടക്കുകയാണ്. ഇപ്പോഴത്തെ PDP ഇടതുപക്ഷത്തിന്റെ കൂടെ വലിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ ഈ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് വലിച്ചുകൊണ്ടിരിക്കുന്നു, വെറും മതത്തിന്റെ പേരിൽ 4 വോട്ട് പിടിക്കാൻ വേണ്ടി. എന്നാൽ ഇവിടുത്തെ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും ഇവർ ചെയ്യുന്നുണ്ടോ? കഴിഞ്ഞ 30 കൊല്ലത്തോളമായിട്ട് മുടങ്ങിക്കിടക്കുന്ന നിലമ്പൂർ ബൈപ്പാസ് അതെന്തായിരിക്കുന്നു? ഒന്നുമായിട്ടില്ല. എന്നാൽ 2014 40 വർഷത്തോളമായി മുടങ്ങിക്കിടന്ന കൊല്ലം ആലപ്പുഴ ബൈപ്പാസുകൾ നമ്മളെല്ലാവരും കണ്ടു. 4 വർഷം കൊണ്ട് തീർത്തിരിക്കുകയാണ്. നമുക്ക് മതഭീകരതയല്ല ഇവിടെ വേണ്ടത്. സമാധാനമായിട്ട് ജീവിക്കാൻ ഒരു അവസരമാണ് വേണ്ടത്. അതിന് ഏറ്റവും നല്ലൊരു അവസരമാണ് ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ കാണിച്ചു കൊടുക്കണം. നമുക്ക് നല്ലൊരു സ്ഥാനാർത്ഥിയെ കിട്ടിയിട്ടുണ്ട്, ശ്രീ മോഹൻ ജോർജ്. ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്കിനി മണിക്കൂറുകൾ മാത്രമാണ്. നമ്മളെല്ലാവരും ഒന്ന് വാട്സാപ്പ് കയ്യിലിരിക്കുകയാണ്. നമ്മൾ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കും. ഈ വരുന്ന ദിവസങ്ങളിൽ അവസാന നിമിഷം വരെ നമ്മൾ ഒരു വോട്ട് പോലും പോകാതെ പരമാവധി വോട്ടുകൾ ശേഖരിച്ച് ശ്രീ നരേന്ദ്രമോദിയുടെ ശക്തമായ കരങ്ങൾക്ക് നമുക്കൊരു ഊർജ്ജം കൊടുക്കണം. അതിനായി എല്ലാവരും ചേർന്ന് പ്രവർത്തിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ മതഭീകരത എന്ന് പറയുന്ന സാധനം മനസ്സുകളിൽ നിന്ന് അകറ്റണം. ഇവിടുത്തെ ജനങ്ങൾക്ക് ഇതൊന്നും താല്പര്യമില്ല. പക്ഷെ കുത്തിത്തിരിപ്പ് എന്ന് നമ്മൾ പറയുമല്ലോ, അതിനുവേണ്ടിയുള്ള കുറെ ആൾക്കാർ ഇന്നും നടക്കുക. അവരുടെ ഈ ഒരു പ്രവൃത്തി നമ്മൾ ഇതിലൂടെ പൊളിച്ചടുക്കി ശ്രീ മോഹൻ ജോർജിന് പരമാവധി വോട്ടുകൾ നേടി BJPയുടെ വിജയിപ്പിക്കണമെന്ന് ഒരു ആഹ്വാനം ഞാൻ ഇവിടെ നടത്തുകയാണ്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി കൂടുതൽ സംസാരിച്ചാൽ പലർക്കും ഇവിടെ ബുദ്ധിമുട്ടുണ്ടാവും. പലരും ഇപ്പോൾ പറഞ്ഞു തുടങ്ങും, ഒരു സ്ലിപ്പ് ഇങ്ങോട്ട് വരും. അതുകൊണ്ട് ഭാരതത്തിന് എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ, നിലമ്പൂരിലൂടെ ഒരു തുടക്കമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. നന്ദി, നമസ്തേ. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലവും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയുമെല്ലാം നേരത്തെ എല്ലാ നേതാക്കന്മാരും വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഈ 2 മുന്നണികൾക്കുമെതിരായി ജനവിധിയായി മാറേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഒന്ന്, വികസനത്തെ മറക്കുകയും വിഭാഗീയതയെയും വിധ്വംസക പ്രവർത്തനത്തെയും സ്വീകരിക്കുകയും ചെയ്യുന്ന മത്സരമായി നിലമ്പൂർ മാറുകയാണ്. നിലമ്പൂരിൽ മതരാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുകയും വികസന രാഷ്ട്രീയം വിസ്മരിക്കപ്പെടുകയും ചെയ്യുകയാണ്. മലപ്പുറം ജില്ലയിലും നിലമ്പൂരിലും മതം പറഞ്ഞാൽ മാത്രമേ വോട്ട് കിട്ടുകയുള്ളൂ എന്ന ധാരണയാണ് LDFനും UDFനും ഉള്ളത്. പക്ഷേ മലപ്പുറത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർ മതത്തിൽ മാത്രം അഭിനയിക്കുന്നവരല്ല. അവരുടെ ജീവിത പ്രശ്നങ്ങൾക്കും അവർക്ക് പ്രധാനമാണ്. വികസനം പറഞ്ഞാലും മലപ്പുറത്തുകാർ വോട്ട് ചെയ്യും, നിലമ്പൂരുകാർ വോട്ട് ചെയ്യുമെന്ന് ഈ പ്രാവശ്യം ദേശീയ ജനാധിപത്യ സഖ്യം കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് വികസനത്തിന് രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശ്രീ മോഹൻ ജോർജിനെ നാം ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമരടയാളത്തിൽ രേഖപ്പെടുത്തി ശ്രീ മോഹൻ ജോർജിനെ വിജയിപ്പിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഭാരത് മാതാ കി ജയ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം. ഈ ദേശ
സുരക്ഷാ സദസ്സ് എൻ ഡി എക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. കാരണം മറ്റ് എൽ ഡി എഫും യു ഡി എഫും ഒന്നും നാളിതുവരെ നടത്തിയ പ്രചരണ പരിപാടികളിൽ ദേശസുരക്ഷയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. നാടിൻ്റെ അഖണ്ഡതയെക്കുറിച്ച് അവർ സ്പർശിച്ചതേയില്ല. ഭാരത മാതാവിനെക്കുറിച്ചോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മഹത്തായ പൈതൃകത്തെക്കുറിച്ചോ ആ വക വിഷയങ്ങളൊന്നും അവർ ചർച്ച ചെയ്തിട്ടില്ല. ആകെ ചെയ്ത് യു ഡി എഫ് വേദികളിൽ നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറയും CPM ആണ് വർഗീയവാദികൾ, അവർ PDPയുമായി കൂട്ടുകെട്ടിയെന്ന് പറയും. LDF നേതാക്കന്മാർ പറയും UDF ആണ് വർഗീയവാദികൾ, അവർ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകെട്ടിയെന്ന് പറയും. ഒരു ബോളെടുത്ത് മറ്റവരുടെ കോർട്ടിലേക്ക് എറിയും, വർഗീയതയുടെ അതേ ബോളെടുത്ത് LDF കോർട്ടിലേക്ക് എറിയും. ഈ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരാരും നാടിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, വികസനത്തെക്കുറിച്ച് പറയുന്നില്ല, നിലമ്പൂർ എങ്ങനെ ആയിരിക്കണം എന്ന് ഒന്നും പറയുന്നില്ല. കഴിഞ്ഞ 67 വർഷക്കാലമായി എത്രയെത്ര MLAമാരെ ഇവിടെ തിരഞ്ഞെടുത്തയച്ചു. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാറി രണ്ട് മുന്നണികളും ഇവിടെ MLAമാരെ തിരഞ്ഞെടുത്തയച്ചവരാണ്. പക്ഷേ എന്തുണ്ടായി? വികസനം ഒന്നും നടക്കാത്ത ഒരു മണ്ഡലം ഈ കേരളത്തിൽ കാണണമെങ്കിൽ വരൂ, നിലമ്പൂർ വരൂ എന്ന് ആരോടും പറയാൻ കഴിയുന്ന വിധം ഏറ്റവും അവികസിതമായിട്ടുള്ള ഒരു മണ്ഡലമായി നിലമ്പൂർ മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? കോൺഗ്രസും CPMുമാണ്. ആ രണ്ട് മുന്നണികളുമാണ്. അവരാണ് ഈ ഗതികേടിൽ കൊണ്ട് ഈ നാട്ടിൽ ജനങ്ങളെ എത്തിച്ചത്. ഇതിന് ചുട്ട മറുപടി കൊടുക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിലാണ്. ഈ വോട്ടർമാർക്കെല്ലാം ചുട്ട മറുപടി കൊടുക്കാനുള്ള ആയുധം കയ്യിലുണ്ട്. LDF പറയുന്നു തുടരും എന്നാണ് പറയുന്നത്. എന്ത് തുടരുമെന്നാണ് പറയുന്നത്? നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ തുടരുമെന്നാണോ? അതോ ഈ നാട്ടിൽ മദ്യശാലകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക, എല്ലായിടത്തും ഔട്ട്ലെറ്റുകളാണ്, അത് തുടരും എന്നാണോ അതിൻ്റെ അർത്ഥം? മയക്കുമരുന്നും മദ്യവും ഒക്കെ വർദ്ധിച്ചു വരുന്ന, അതിൻ്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന ഈ കേരളത്തിൽ അതെല്ലാം തുടരും എന്നാണോ അതിൻ്റെ അർത്ഥം? വോട്ടർമാർ പറയേണ്ടിയിരിക്കുന്നു ഇതൊന്നും തുടരില്ല മക്കളെ എന്നും. നമ്മുടെ നാടിന് വേണ്ടത് വികസനമാണ്. കോൺഗ്രസ്സുകാർ പറയുന്നത് എന്താണ്? ജയിക്കും ജയിക്കുമെന്നാണ്. എന്ത് ജയിക്കുമെന്നാണ് പറയുന്നത്? അവർ ഏതിന്മേൽ ജയിക്കുമെന്നാണ് പറയുന്നത്? വാസ്തവത്തിൽ നാടിൻ്റെ സുരക്ഷയും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു ജനതയോട് പറയുന്നത് ആര് ജയിക്കുമെന്നാണ്? കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ ജയിച്ചതിൻ്റെ ദുരന്തം ഈ നാട്ടിൽ ജനങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണമാണ് ആര് ജയിക്കും. ഈ ഏറ്റുമുട്ടലിൽ ധർമ്മവും സത്യവും നീതിയുമാണ് ജയിക്കേണ്ടത്. അത് ഉയർത്തിപ്പിടിക്കാൻ NDAക്ക് സാധിക്കും എന്ന് കാലം തെളിയിച്ചു കഴിഞ്ഞു. വികസിത നിലമ്പൂർ ആണ് നമുക്ക് ആവശ്യം എന്ന് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ഈ നിലമ്പൂരിലെ വിവിധ ഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ച് ജനങ്ങളോട് പറയുന്നു. രണ്ടു കൂട്ടർ LDFും UDFും വർഗീയത പറയുമ്പോൾ, വർഗീയ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുമ്പോൾ, വികസിത നിലമ്പൂരിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്തുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഈ NDAയുടെ സ്ഥാനാർത്ഥി ശ്രീ മോഹൻ ജോർജിന് താമര ചിഹ്നത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തീർക്കുന്നു. ശിവസേനയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ TR ദേവൻ, ബഹുമാനിയായ അധ്യക്ഷൻ ശ്രീ രാജേട്ടൻ ഉൾപ്പെടെയുള്ള നമ്മുടെ മുൻ കേന്ദ്രമന്ത്രി ശ്രീ മുരളിയേട്ടൻ ഉൾപ്പെടെയുള്ള വേദിയിലിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും നേതാക്കളെ, ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന സന്ധ്യാസ്നേരത്ത് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന മഴയൊക്കെ ആയിട്ടും നമ്മൾ ഇത്രയും പേരോട് ഒത്തുകൂടി. ഞാൻ എഴുന്നേക്കുന്നതിന് മുമ്പ് തന്നെ അധ്യക്ഷൻ എന്നോട് പറഞ്ഞു ഇത്തിരിയെ പറയാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞാൻ ഒത്തിരി ദൂരെ നിന്ന് വന്നാൽ ഏറെ പറയാൻ വേണ്ടിയിട്ട്, പക്ഷേ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ മുരളിയേട്ടൻ ഉൾപ്പെടെയുള്ള മുൻ വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഈ രംഗം ഒഴിഞ്ഞുകൊള്ളാം. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചായിരുന്നു കൂടുതലും ചർച്ച ചെയ്യപ്പെട്ടത്. 2008 ഇടതുപക്ഷത്തിന്റെ ഒരു പരിധിവരെ ജിഹുവായിരുന്ന കേരള ശബ്ദത്തിൽ ശ്രീ MR അജയൻ എന്ന് പറയുന്ന പത്രപ്രവർത്തകന് ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിന്റെ ഉള്ളടക്കം മറ്റൊന്നുമായിരുന്നില്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്ത്യയിലെ അമീർ ഒരു ക്യാമ്പയിന് ഇന്ത്യയിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നു. അത് 2008 ഏപ്രിൽ മാസത്തിലെ വാരികയിലാണ് ഇത് അച്ചടിച്ചു വന്നത്.
ഒരാഹ്വാനം അദ്ദേഹം നൽകിയിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ അണികൾക്ക്. ഇന്ത്യക്കെതിരായി യുദ്ധം ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുക. ശിവസേനയുടെ നേതാവായ ഞാനോ ഭാരതീയ ജനതാ പാർട്ടിയോ സംഘപരിവാറോ പ്രസിദ്ധീകരിക്കുന്ന ജിഹുവല്ല കേരള ശബ്ദം. ഇടതുപക്ഷ സന്തത സഹചാരിയായിരുന്ന കേരള ശബ്ദം 4 പേജ് നിറയെ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു. 2009 ജൂൺ മാസം 17-ാം തീയതി കേരള ഹൈക്കോടതിയിൽ, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. കേസ് കൊടുത്ത ആളിന്റെ പേര് അബ്ദുൾ സമദ്, എറണാകുളം ജില്ലയിലെ വാഴക്കാല സ്വദേശി. അദ്ദേഹം കോടതിയുടെ മുന്നിൽ ചൂണ്ടിക്കാട്ടിയത് ഈ സംഘടനയെ രാജ്യത്ത് നിരോധിക്കണം, ബഹുമാനപ്പെട്ട കോടതി അതിന് ഉത്തരവിടണം. ഉത്തരവിടുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റിനോടും കേരള ഗവൺമെന്റിനോടും ആവശ്യപ്പെടണം. 1-ാം പ്രതി ഇന്ത്യ ഗവൺമെന്റ്, 2-ാം പ്രതി കേരള ഗവൺമെന്റ്. കേസ് അനുസൃതം മുന്നോട്ട് പോവുകയാണ്. അവസാനം 2024 അത്ഭുതമെന്ന രീതിയിൽ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അത്ഭുതമെന്ന രീതിയിൽ ഈ ഹർജി കൊടുത്ത സമത് ശ്രീ മുഷ്താഖിന്റെ ബെഞ്ചിൽ നിന്ന്, ജസ്റ്റിസ് മുഷ്താഖിന്റെ ബെഞ്ചിൽ നിന്ന് ഈ കേസ് പിൻവലിക്കുന്നു. അതിന് ജഡ്ജ്മെന്റിന്റെ പകർപ്പാണ് എഴുതിയിരിക്കുന്നത്. ആ ഓർഡറിൽ ശ്രീ മുസ്താഖ് എഴുതി വെച്ചത് കേസ് തന്ന വ്യക്തി കേസ് പിൻവലിക്കുന്നത് കൊണ്ട് ഈ കേസ് ഡിസ്മിസ് ചെയ്യുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് സമിതി കേസ് പിൻവലിക്കാൻ തയ്യാറായത്? അന്വേഷിക്കേണ്ട കാര്യമാണ്. ഇതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഗൂഢാലോചനയെ സംബന്ധിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണം. ഇതിന്റെ എല്ലാ പകർപ്പും തരാൻ ഞാൻ തയ്യാറാണ്. കോടതിയിൽ നിന്ന് അന്ന് ഫയൽ ചെയ്ത പേപ്പർ ഉൾപ്പെടെ പഴയ മാഗസിന്റെ പ്രിന്റ് കോപ്പി ഉൾപ്പെടെ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ ഇവിടെ സംഭവിച്ചത്? ആ കേസ് വന്ന സമയത്ത് ഇടതുപക്ഷത്തിന്റെ മുന്നണിയുടെ ശ്രീ VS അച്യുതാനന്ദനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതിനുശേഷം ഇങ്ങോട്ട് വീണ്ടും UDF വന്നു, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി. അങ്ങനെ വീണ്ടും ഇടതുപക്ഷത്തിന്റെ ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്നു. ഈ 2024 എന്തുകൊണ്ട് ഈ കേസ് അദ്ദേഹം പിൻവലിക്കേണ്ടി വന്നു? വളരെ അപകടകരമായ ഒരു കൂട്ടുകെട്ടിന്റെ പരിണിത ഫലമാണ്. അതിന്റെ ചിഹ്നങ്ങളാണ് ഇന്ന് നിലമ്പൂരിൽ കാണുന്നത്. ഇടതുപക്ഷം ഒരു സമയത്ത് കെട്ടിപ്പുണർന്നുകൊണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഈ രാജ്യത്തെ പഞ്ചായത്തുകളിലും നിയമസഭകളിലും പാർലമെന്റുകളിലും ഒക്കെ മത്സരിച്ച് വിജയിച്ച് അധികാരത്തിൽ കയറി അവരുടെ പിന്തുണയോടെ കേരളത്തിലെ നിരവധി പഞ്ചായത്തുകളിൽ ഇന്നും ഭരണം കൈയാളുന്ന പാർട്ടിയാണ് ഇടതുപക്ഷം ജമാഅത്തെ ഇസ്ലാമിയുടെ ഒപ്പം ചേർന്നു. ഇപ്പൊ കുറച്ചൊക്കെ പിൻവലിക്കപ്പെട്ടിട്ടുണ്ട് മത്സരത്തിൽ, UDF-നൊപ്പം ചേർന്നു. അപ്പൊ ഈ ഇരു മുന്നണികളും ഇത്തരം വർഗീയ ശക്തികളെ വളർത്തി ഈ രാജ്യത്തിന്റെ സമാധാനം തകർക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെടുമ്പോ ഈ രാജ്യത്ത് വാഴപ്പിണ്ടി വെച്ച് കെട്ടാത്ത നട്ടലുള്ള കരുത്തനായ ഒരു പ്രധാനമന്ത്രി ഉള്ളത് കൊണ്ട് ചോദിക്കാനും പറയാനും ഈ രാജ്യത്ത് ആണത്തമുള്ള തന്റെ ഇടമുള്ള സ്വയം സേവകനായ ശ്രീ നരേന്ദ്രമോദി ഉള്ളത് കൊണ്ട് ഇന്ന് മനസ്സമാധാനത്തോടു കൂടി നമുക്കിവിടെ ഇരിക്കാൻ കഴിയുന്നു. ഈ വർഗീയ ശക്തികൾ ശക്തമായി രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട്, രാജ്യത്തെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ട്, വർഗീയ സംഘർഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നാന്ദി കുറിച്ചതിന്റെ അടയാളങ്ങളാണ് ഇന്ന് നമ്മൾ നിലമ്പൂരിൽ കാണുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ശ്രീ മോഹൻ ജോർജിനെ താമര അടയാളത്തിൽ വോട്ട് ചെയ്ത്, ഞാൻ മാധ്യമപ്രവർത്തകനാണ്, ഞാൻ എഴുതിയിട്ടുണ്ട്, ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര വിരിയും. കാരണം നിലമ്പൂരിന്റെ വോട്ടുകൾ വിഭജിക്കപ്പെടും. നിലമ്പൂരിലെ വോട്ടുകൾ ഏകദേശം 2 ലക്ഷത്തിലാണ് വോട്ട്, 30,000 വോട്ടുകൾ രേഖപ്പെടുത്തി കഴിയുമ്പോ 4-5 വിഭജിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയെ സ്നേഹിക്കുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ നിലമ്പൂരിലേക്ക് സമ്മതിദായകർ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യും. തർക്കമൊന്നുമില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 23-ാം തീയതി കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.